ഒരു തോട്ടത്തിൻ്റെ നടുക്ക് കിടിലൊരു സ്കൂൾ. ഇപ്പോഴത്തെ CBSE സ്കൂളുകളെ ഇങ്ങനെ ആക്കണം. അവിടെ ഒരു മയിലിരിപ്പുണ്ട് കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, കൊല്ലം ജില്ലയിൽ അതിമനോഹരമായിട്ടുള്ളൊരു സ്കൂൾ കാണിക്കട്ടെ. ഇത് നമ്മുടെ തെന്മല എസ്റ്റേറ്റിനടുത്തുള്ള നെടുമ്പാറ സ്കൂളാണ്. മഴയൊക്കെ പെയ്ത് ചാറ്റ മഴയൊക്കെ നനഞ്ഞ് ഒരു തോട്ടത്തിൻ്റെ നടുക്ക് കിടിലൊരു സ്കൂൾ. എന്തൊരു വൈബാണെന്നറിയോ. ഇവിടെ ഫുള്ള് കോടയാണ്, ചുറ്റും കോടയാണ്. ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന അവിടെ ഒരു മയിലിരിപ്പുണ്ട് കണ്ടോ. ഫ്രണ്ടിൽ ഗ്രൗണ്ടിൽ ഇങ്ങനെ പോച്ച കയറി കിടക്കുന്നുണ്ട്. പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന സ്കൂളിൽ ഇതുപോലെ ആയിരുന്നു. ഇതിപ്പം നമ്മുടെ അവിടെയുള്ള സ്കൂളുകളിലൊന്നും ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണാറില്ല. ഫുള്ള് പോച്ചയൊക്കെ എടുത്ത് ക്ലീൻ ആക്കിയിട്ടുള്ള ഗ്രൗണ്ടൊക്കെ അല്ലേ കാണാറുള്ളൂ. ഇത് നോക്ക്, പിള്ളേർക്ക് ഇവിടെ കളിച്ച് വീണാലും ഒരു കുഴപ്പമില്ല. നോക്ക്, ഈ ഒരു സ്കൂളിൻ്റെ നടുമുറ്റം കാണുമ്പോഴേ ഒരു 20 വർഷം 25 വർഷം പുറകിലോട്ട് പോയ ആരൊക്കെ ഉണ്ടാവും. പണ്ടത്തെ നമ്മുടെ ഈശ്വര പ്രാർത്ഥനയും അസംബ്ലിയും ഒക്കെ ഓർമ്മ വന്ന ആരൊക്കെ ഉണ്ടാവും. പണ്ട് കോട്ടോട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എനിക്ക് ഇതുപോലെയായിരുന്നു. അസംബ്ലി ഇങ്ങനെ നടന്നിട്ട് സെൻറ്റർ ചെയ്താണ്ട് ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ പാട്ടുപാടുകയും ഇതൊക്കെ ചെയ്യുന്നു. ഇതൊരു 4 സ്കൂളാണ്. നടന്നു വന്നപ്പോഴേ ഇങ്ങോട്ട് കയറി വന്നേ കരഞ്ഞുകൊണ്ട്. സംഭവം മഴ തന്നെയായിരിക്കാൻ വന്നതാട്ടോ. കളിച്ച് വീണാലും ഒരു കുഴപ്പമില്ല പിള്ളേർക്ക്. മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്കൂളിൻ്റെ ചുറ്റും കോടയാണ്. ആ സ്കൂളിൻ്റെ മേളിലെ മരങ്ങളുടെ മേളിൽ കാണുന്നത് മേഘമൊന്നുമല്ല, അത് നല്ല കോടയാണ്. മഴ പെയ്ത് മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള ഇത് കണ്ടോ, ഫുള്ള് കോടയാണ് ചുറ്റും. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഓടിടുന്നതിനേക്കാളും റിസ്ക് കുറവ് ഷീറ്റ് ഇടുന്നതാണ്. പക്ഷേ ഓടിടുന്ന കെട്ടിടത്തിന് എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. പഴയ ഒരു അടിപൊളിയല്ലേ അത് കാണാൻ. ആക്ച്വലി നമ്മളിപ്പോഴത്തെ CBSE സ്കൂളുകളെ ഇങ്ങനെ ആക്കണം. അതായത് നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗി, നമ്മുടെ എല്ലാം ചെടികൾ, ഇതെല്ലാം കുഞ്ഞുങ്ങൾ കണ്ടതായിരിക്കും. ചെടികൾ, തുളസി, ആ സൈഡിൽ വേപ്പ്, ഫുള്ള് പോച്ചയാണ് ഇവിടെ. ഇതിൽ കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ച് വീണാലും അവർക്കൊന്നും പറ്റത്തില്ല. വലിയ മുറിവുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്ത് രസമാണ് നോക്കി. നമ്മുടെ ഈ ന്യൂ ജനറേഷൻ സ്കൂളുകളൊക്കെ എത്ര ഇനി അടിപൊളിയാണെന്ന് പറഞ്ഞാലും ഈ ഒരു ഫീല് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ നാടിനെയും നമ്മുടെ പ്രകൃതിയും എല്ലാം അറിഞ്ഞിട്ട് പഠിക്കാൻ പറ്റും. ആക്ച്വലി എൻ്റെ കുഞ്ഞിന് LKGയിൽ അവൾക്കൊരു കെട്ട് ബുക്കാണ് സ്കൂളിൽ നിന്ന് ഇപ്പോൾ തന്നേക്കുന്നത്. ഞങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ നടുമുറ്റത്ത് ഇങ്ങനൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറി നിന്നിട്ട് ആദ്യമായിട്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞ പറയുമ്പോഴും നമ്മൾ ന്യൂസൊക്കെ വായിക്കുമ്പോഴും ഉള്ളൊരു ടെൻഷനുണ്ട്. അത് അനുഭവിച്ചവർക്കറിയാം മക്കളെ. ഞാനൊരു ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു പുനലൂരുകാരനാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കാലിറ്റിയിലുള്ള അതിമനോഹരമായൊരു സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.